കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള നടപടിക്രമങ്ങൾ തുടരുന്നു. കസ്റ്റംസിന്റെ അനുമതിയോടെ കണ്ടെയ്നറുകൾ പൊളിച്ചാണ് നീക്കം ചെയ്യുക. 41 കണ്ടെയ്നറുകളാണ് കൊല്ലത്തെ വിവിധ തീരങ്ങളിലായി അടിഞ്ഞത്. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓരോ കണ്ടെയ്നറുകളും കരയോട് അടുപ്പിക്കാൻ സമയമെടുക്കും. അതുതന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വേണം കരയിലേക്ക് മാറ്റാൻ. അതിനുശേഷമാണ് ഇത് പൊളിച്ചു നീക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോവുക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഗ്യാസ് കട്ടർ ഉപയോഗിക്കുന്നത് ശരിയാവുമെന്ന് ഇവിടെയുള്ള ആരും പറയുന്നില്ല. കാരണം ഒരു കാലാവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് കട്ടറിൻ്റെ ഉപയോഗം മാറ്റി മറ്റ് വലിയ ഗ്രൈനറോ അല്ലെങ്കിൽ വലിയ ഹെവി കട്ടറോ ഉപയോഗിച്ച് വേണം ഇത് കട്ട് ചെയ്യാനാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇനി ഈ കണ്ടെയ്നറുകളെല്ലാം കരയോട് അടുപ്പിച്ച ശേഷമായിരിക്കും നടക്കുക. ചെറിയഴിക്കലുള്ള കണ്ടെയ്നർ അവിടെ നിന്നും കട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ കണ്ടെയ്നറുകളായി ഈ ക്രെയിൻ ഉപയോഗിച്ച് തീരത്തോട് അടുപ്പിച്ച ശേഷമാകും ഇങ്ങനെ കട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലും ഇത് പറഞ്ഞിരുന്നു. കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലുള്ള ഈ കണ്ടെയ്നറുകൾ പൊളിച്ചു നീക്കുവാനുള്ള അനുമതി തേടിയിരുന്നു. കസ്റ്റംസ് അനുമതി കൊടുത്തതിന് ശേഷം സമയം ആവശ്യപ്പെട്ടിരുന്നു. കാരണം 41 കണ്ടെയ്നറുകൾ ഓരോ കരയിലായും അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ കണ്ടെയ്നറും ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതിനുവേണ്ട സമയം ആവശ്യമാണ്. അതുതന്നെയാണ് കമ്പനി നിയോഗിച്ചിട്ടുണ്ടായിരുന്ന ടീം അംഗങ്ങളും അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പല കണ്ടെയ്നറുകളും പുതിയ കണ്ടെയ്നറുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ചിലത് കാലിയാണ് എന്നും, അതായത് ഈ വർഷം മാനുഫാക്ചർ ചെയ്ത കണ്ടെയ്നറുകളാണെന്ന് അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ കാലിയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ കണ്ടെത്തിയ കണ്ടെയ്നറുകളിൽ രാസപദാർത്ഥത്തിൻ്റെ ഒരു അംശവും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ശാസ്ത്രീയ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള കണ്ടെയ്നറുകൾ അടിയുകയാണെങ്കിൽ ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിനടുത്തേക്ക് പോകരുത്, തുടരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ്. പലയിടത്തും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ബീച്ചിലടക്കം ഈ തടികൾ ഒഴുകിയെത്തുമ്പോൾ അവിടെയുള്ളവർ ചേർന്ന് അത് എടുത്തു മാറ്റുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കൃത്യമായിട്ടുള്ള നിർദ്ദേശം ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. എല്ലാവരും സഹകരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും കണ്ടെയ്നറുകൾ നീക്കുന്ന പ്രവർത്തനം ഓരോ ഭാഗത്തും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.